ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി സംശയങ്ങൾക്ക് ഉത്തരം നൽകുവാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ഏറെ ബഹുമാനം നിറഞ്ഞ ഡെന്നിസ് ജോയ് സർ, ഞാൻ 12 സെൻറ്റ് സ്ഥലത്തൊരു വീട് പണിയാൻ പ്ലാൻ വരച്ചിരിക്കുകയാണ്. ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ എന്നാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. ഈ സ്ഥലത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നും ദയവായി പറഞ്ഞു തരണം. പ്ലാനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്തൊക്കെയാണ് എന്ന് വിശദമായി പറഞ്ഞു തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഇതൊരു ത്രികോണ ഷേപ്പിലുള്ള വസ്തുവാണ്. അതിനകത്ത് താമസിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സാമ്പത്തികപരമായിട്ട് കടബാധ്യതകളും ദാമ്പത്യപരമായിട്ടുള്ള ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം വെച്ചാൽ സാധാരണ ത്രികോണ ഷേപ്പുള്ള വസ്തുവിൽ താമസിക്കുന്ന ഭവനങ്ങളിൽ താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങളും ഡൈവേഴ്സ് പോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവർ ആദ്യം ഈ ഒരു ത്രികോണ ഷേപ്പ് ഇവർ കറക്റ്റ് ചെയ്തെടുക്കണം. കാരണം വെച്ചാൽ ഒരു ചതുരമോ അല്ലെങ്കിൽ ഒരു സമയോദരമോ ആക്കിയ ശേഷം അതിൻ്റെ അകത്ത് വീട് പ്ലാൻ ചെയ്യാനും ശ്രദ്ധിക്കുക. അതുപോലെ ഇതിൻ്റെ ഗേറ്റ് വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ അല്ലെങ്കിൽ ഈസ്റ്റ് ഭാഗത്തോ ആകുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. കാരണം വെച്ചാൽ മധ്യത്തിലാവാതെ മദ്യം വിട്ട് നോർത്ത് ഈസ്റ്റിലോ ആവുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ കിണർ, സെപ്റ്റി ടാങ്ക് എന്നിവ ഇതിനകത്ത്, കാരണം നമ്മൾ ത്രികോണ ഷേപ്പിലായിട്ടുള്ള പ്ലോട്ടാണ്, അതിനെ നമ്മളൊരു സ്ക്വയർ അല്ലെങ്കിൽ ചതുരമോ സമയോദരമാക്കി എടുക്കുമ്പം ഇതിനകത്ത് ഇച്ചിരി സ്പേസ് കുറവാണ്. അപ്പം ഇവർക്ക് ഇതിനകത്ത് കിണർ വെക്കാനായിട്ട് ചിലപ്പോൾ സ്പേസ് കാണുകയില്ല. കാരണം സ്പേസ് വന്നാൽ തന്നെ ചിലപ്പം ഏതെങ്കിലും രീതിയിലുള്ള വേദദോഷങ്ങൾ വരാൻ സാധ്യത കൂടുതലായിരിക്കും. ചിലപ്പോൾ മുട്ടിലോ അല്ലെങ്കിൽ ഈശാൻ്റെയൊക്കെ കട്ട് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് വരുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഏറ്റവും സേഫ് ഇവരിതിനെ ഒരു മതിൽ കെട്ടി കോമ്പൗണ്ടിന് പുറത്താക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെപ്റ്റി ടാങ്കും കിണറും കോമ്പൗണ്ടിന് പുറത്ത് മതിൽ കെട്ടിത്തിരിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ ചുറ്റളവ് 170 സെൻറ്റിമീറ്റർ കൂടി കുറച്ചെടുത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് ഈ ഒരു വീട് നിൽക്കുകയുള്ളൂ, വീടിൻ്റെ ചുറ്റളവും കൃത്യമാവുകയുള്ളൂ. മെയിൻ ഡോറ് വീടിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്താക്കുന്നതാണ് ഇതിൻ്റെ അത് കുറച്ചുകൂടെ നല്ലത്. അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു വഴിമുട്ട് വരുന്നുണ്ട്. പക്ഷേ നോർത്ത് ഈസ്റ്റ് ഭാഗത്തൂടെ വഴി വരുന്നതും വഴിമുട്ടുള്ളത് കൊണ്ടും നമുക്ക് ദോഷങ്ങളൊന്നുമില്ല, നല്ല ശൂലമാണ് അതിലേക്കൂടെ വരിക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ദോഷങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ വീടിൻ്റെ മുകൾ നിലയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം കൂടി കൂട്ടിയെടുക്കുകയാണെങ്കിൽ വാസ്തുവിൻ്റെ ബലം കൂടുന്നതിനും തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നതിന് ഇത് കാരണമായി തീരും. അതുപോലെ കിച്ചൺ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റിലോ സൗത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റിലോ ആക്കുക. കാരണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, കാരണം ഇതിൻ്റെ ദർശനം വരുന്നത് ഈസ്റ്റിലോട്ടായതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്ത്രീജനങ്ങൾക്ക് കിഴക്കുവടക്ക് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ നിന്ന് പാചകം ചെയ്യുമ്പോൾ വീടിൻ്റെ നേരെ മുന്നിലായി പോയി എന്നൊരു ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താക്കാം. അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ കിഴക്ക് വടക്ക് ഭാഗത്തോ ഇവർക്ക് കിച്ചൺ ഇതിൻ്റെ അകത്ത് പ്ലാൻ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് ദോഷമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അത്യാവശ്യമായിട്ട് ഇതിൻ്റെ ത്രികോണ ഷേപ്പ് ഇവർ മാറ്റി ഒരു ചതുരമോ സമയോദരമോ ആക്കിയ ശേഷം അതനുസരിച്ച് ഇവരൊരു പ്ലാൻ ഡിസൈൻ ചെയ്തിട്ട് നല്ലൊരു ദിവസം നോക്കി കുറ്റിയടിച്ച് പണി സ്റ്റാർട്ട് ചെയ്യുക. മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ദോഷങ്ങളൊന്നും കാണുന്നില്ല. ഇത് ഏത് വസ്തു എടുത്താലും അത് നമുക്ക് ചിലപ്പോൾ ഒരു ചതുരമോ സമയോദരമായിട്ടൊന്നും കിട്ടാൻ സാധ്യത കുറവാണ്. ഏതെങ്കിലും പോർഷനിലൊക്കെ ഏങ്കോണിപ്പുകളൊക്കെ കാണും. പക്ഷേ നമ്മൾ വീട് വെക്കുന്നതിന് മുമ്പ് അത് ഏത് ഭാഗത്താണോ എന്താണോ അതിൻ്റെ കംപ്ലൈൻറ്റ് അത് നമ്മൾ പരിഹരിച്ച ശേഷം മാത്രമേ അതിനകത്ത് വീട് പണി സ്റ്റാർട്ട് ചെയ്യാവൂ. എങ്കിൽ മാത്രമേ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഗുണഫലങ്ങളും നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ വീടിൻ്റെ ഫൗണ്ടേഷൻ കെട്ടിക്കഴിഞ്ഞു, അതിനുശേഷമാണ് എന്തെങ്കിലും തറയ്ക്ക് ദോഷമുണ്ട് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വീടിൻ്റെ ഫൗണ്ടേഷൻ കെട്ടിക്കഴിഞ്ഞാലും നമ്മൾ വീട് പണിയുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ചുറ്റളവുകൾ നമുക്ക് കൃത്യമാക്കി എടുക്കാൻ വളരെ സമയമൊന്നും എടുക്കില്ല. ഭൂമിക്ക് എന്തെങ്കിലും തകരാറുണ്ട് അല്ലെങ്കിൽ ദോഷമുണ്ട്? ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ നമ്മൾ തറ കെട്ടുമ്പം എന്നുള്ളതല്ല, വീട് നമ്മളൊരു വസ്തു വാങ്ങിച്ച് കഴിയുമ്പം അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും നമുക്ക് അന്നേരം തൊട്ട് അതിൻ്റെ എഫക്റ്റ് നമുക്ക് ചെയ്തു തുടങ്ങും. പിന്നെ ചില മോശമായുള്ള സ്ഥലങ്ങൾ വാങ്ങിച്ച് എപ്പോൾ അഡ്വാൻസ് കൊടുക്കുന്ന അന്ന് തൊട്ടായത് ഏതെങ്കിലും രീതിയിൽ കഷ്ടകാലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അടിക്കടി പതുക്കെ അതിൻ്റെ കഷ്ടകാലങ്ങൾ അതേപോലെ പിടിച്ചു തുടങ്ങാം. നല്ലതാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. കാരണം വെച്ചാൽ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഐശ്വര്യങ്ങളായിരിക്കാം. പക്ഷേ സാമ്പത്തികം മാത്രം അല്ല നമ്മൾ ഐശ്വര്യമായിട്ട് നോക്കുന്നത്. ഒരാളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ദോഷങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് വസ്തുവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫൗണ്ടേഷൻ കെട്ടിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷമുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ കണ്ടുപിടിച്ചാൽ തന്നെ അതിന് വേണ്ടുന്ന പ്രതിവിധികൾ ചെയ്യാൻ കർമ്മികൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം വെച്ചാൽ അതിനകത്ത് എന്ത് ദോഷമാണ് എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ അതിന് വേണ്ടുന്ന പ്രതിവിധി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.
കാരണം ഓരോ വസ്തുവിലും ചില ദോഷങ്ങളൊക്കെ കണ്ടെന്നിരിക്കാം. ചില വസ്തുവിൽ ദോഷങ്ങൾ വളരെ കാഠിന്യമുള്ളതായിരിക്കാം. അതിനകത്ത് എന്താണോ ബാധിച്ചിരിക്കുന്നത് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അത് പ്രശ്നം വെച്ച് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ഓരോ രാശി വീഴുന്നതിനനുസരിച്ച് അവർക്ക് ഫലം പറയാനായിട്ട് സാധിക്കും. അപ്പം അതിന് വേണ്ടുന്ന പ്രതിവിധി ഏതെങ്കിലും കർമ്മികളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പം ആ ഒരു ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളോ ആണ് ഇവരെ ബാധിച്ചിരിക്കുന്നതെങ്കിൽ നമുക്കിപ്പോൾ ഫൗണ്ടേഷൻ കെട്ടുന്ന സമയത്ത് നമുക്ക് കൂട്ടി ഇറക്കുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടി ചുറ്റളവ് ക്ലിയർ ആക്കുകയൊക്കെ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. പിന്നെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ നിലവിൽ നിൽക്കുന്ന വീടുകളുണ്ടാവും. നിലവിൽ നിൽക്കുന്ന വീടിൻ്റെ കിച്ചൺ വരുന്നത് ചിലപ്പോൾ കിഴക്കുകിഴക്ക് ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും. പക്ഷേ അതിൻ്റെ കിഴക്ക് ഭാഗത്തോട്ട് ഇവരൊരു മുറിയോ അല്ലെങ്കിൽ ഹാളോ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പം കിച്ചൻ്റെ സ്ഥാനം പലപ്പോഴും മാറിപ്പോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. കാരണം കിഴക്കുകിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന മര്യാദയ്ക്ക് നിൽക്കുന്ന ഒരു വീടിൻ്റെ ഫ്രണ്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പം കിച്ചൺ വരുന്നത് വടക്ക് ഭാഗത്തേക്ക് മാറിപ്പോകും. വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും കിച്ചൺ വരുന്നത് സാമ്പത്തികമായിട്ടും മറ്റു രീതിയിലും നമുക്കത്ര ശുഭകരമായി കണ്ടുവരാറില്ല. അപ്പം ഒരു വീട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും പുതുക്കി പണിയുമ്പോഴാണെന്നുണ്ടെങ്കിലും തറ കെട്ടുമ്പോഴാണെന്നുണ്ടെങ്കിലും വസ്തുവിനോ വീടിനോ വാസ്തു സംബന്ധമായിട്ടോ എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ശുഭകരമായിട്ട് കണ്ടുവരാറുള്ളൂ. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം